എല്ലാവരും വീട്ടിൽ വാങ്ങിച്ചു വെക്കേണ്ട ഒരു സ്ക്രൂ ഡ്രൈവറാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഒരു കിടു ഐറ്റം. കിടു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ആംഗിൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റാച്ചറ്റ് ടൈപ്പ് സ്ക്രൂ ഡ്രൈവറാണ് ഞാൻ ഈ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് മനോരമയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷന് പോകാനൊരു അവസരം കിട്ടി. അങ്ങനെ അവിടുത്തെ കുറച്ച് സ്റ്റോളിലൊക്കെ കയറി ഇറങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്ക്രൂ ഡ്രൈവറാണ് ഞാനിപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ കാണിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സാധാ സ്ക്രൂ ഡ്രൈവർ തന്നെയാണ്. പക്ഷെ കാണുമ്പോൾ കുറച്ചൊരു വലിയൊരു സംഭവമാണെന്ന് തോന്നും. 12 സ്ക്രൂ ഡ്രൈവർ ഒന്നിച്ച് കൊണ്ട് നടക്കുന്നതിന് പകരം ഈവൻ ഒറ്റ ഒരാളെ കൊണ്ട് നടന്നാൽ മതി. എന്നാൽ ഇത് സാധാരണ സ്ക്രൂ ഡ്രൈവറും അല്ല, റാച്ചറ്റ് വരുന്നുണ്ട്. റൈറ്റിലോട്ടുള്ള ലോക്ക് വേണമെങ്കിൽ റൈറ്റ്, ലെഫ്റ്റിലോട്ടുള്ള ലോക്ക് വേണമെങ്കിൽ ലെഫ്റ്റ്, ഏതൊരു രീതിക്ക് വേണമെങ്കിലും ഇവനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ താഴത്തെ പോർഷൻ നമുക്കിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് 12 സ്ക്രൂ ഡ്രൈവേഴ്സ് കാണാൻ സാധിക്കും. 6 + 6 അങ്ങനെ 12 എണ്ണം. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഇതൊക്കെ വരുമ്പോൾ നല്ല വില വരത്തില്ലേ? ഇല്ല, 484 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത്. MRP വരുമ്പോൾ 550 രൂപ സംതിങ് അങ്ങോട്ട് MRP വരുന്നുണ്ട്. 484 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും. ഇത് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഞാനിവിടെ താഴെ പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടുള്ള. ഇനി ഇതിൻ്റെ യൂസും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടാലോ. കാരണം ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും പ്രത്യേകിച്ച് മനസ്സിലാകത്തില്ല. അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, അറിയാത്ത ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് മേടിച്ച് വെക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, നിങ്ങളുടെ വീടുകളിൽ ഓരോ ചെറിയ പ്രോഡക്ട്സ് കാണും. അത്യാവശ്യം നമ്മളൊന്ന് അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബാറ്ററി മാറണമെങ്കിൽ പോലും പുറത്തൊരു കടയിലൊക്കെ കൊണ്ട് കൊടുക്കുന്നതിന് പകരം നമുക്ക് സ്വന്തമായിട്ട് അഴിച്ചു നോക്കാൻ പറ്റും. വീട്ടിലുള്ളവർക്ക് പരീക്ഷണം നടത്താൻ പറ്റും. ഈ ഒരു ആംഗിൾ മാത്രമല്ല, ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് പ്രസ് ചെയ്ത് ഇതിൻ്റെ ആംഗിൾ 2 രീതിക്ക് മാറ്റാൻ പറ്റും. ഇത്രയാക്കാം, ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഇതിങ്ങനെയാകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി നമ്മുടെ വാഹനത്തിൽ ചെറിയ പണി ചെയ്യാൻ വേണ്ടി ഈ ഒരു യൂണിറ്റ് എങ്ങനെ യൂസ്ഫുൾ ആവുമെന്ന് നമുക്കൊന്ന് നോക്കാം. വാ. അപ്പം നമുക്കത് ഈ കാണുന്ന സ്ക്രൂ ആണ് അഴിക്കാനുള്ളത്. അപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇതിൻ്റെ ബാക്കിലുള്ള ക്യാപ്പ് ഒന്ന് അഴിക്കുന്നു, സ്ക്രൂസ് എല്ലാം ഇങ്ങനെ എടുക്കുന്നു, സ്ക്രൂ ഡ്രൈവേഴ്സ് എടുക്കുന്നു. ഇത് ഓക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇവിടെ വെച്ച് നോക്കുന്നു, കറക്റ്റാണ്. ഇവിടെ ഒരു മാഗ്നറ്റിക് സ്റ്റാൻഡാണുള്ളത്, വെച്ചു, അത് മാഗ്നറ്റായിട്ടിരുന്നു. ഇനി ഞാനിത് ബാക്ക് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. കുറച്ചൊരു മെനക്കേടുണ്ട് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ. ഇനി ഞാൻ നേരെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഇതെനിക്ക് 2 പൊസിഷനാണുള്ളത്. ഇത് കണ്ടോ, ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതെനിക്ക് അഴിക്കാൻ വേണ്ടിയിട്ടും, ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ടൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. നടുക്കോട്ടിട്ടാൽ ഇത് ലോക്കാണ് വരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല. അതായത് എനിക്ക് സാധാരണ തിരിക്കാനും ഇതിനെല്ലാത്തിനും കൂടെ കൂടി. അപ്പം ഞാനിതിപ്പം അഴിക്കുന്ന രീതിക്ക് ഇടാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മളിത് കണ്ടോ, നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ അഴിക്കണം, ഇങ്ങനെ അഴിക്കാം. ഇനി ഇത് സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അഴിക്കാം. കണ്ടോ, വളരെ സിമ്പിളായിട്ടിരിക്കുന്നത് അഴിക്കും. ഇനി ഞാൻ തിരിച്ചിത് ടൈറ്റ് ചെയ്യണം, ശ്രദ്ധിച്ചോണം. ഞാനത് ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവന് ഞാൻ ഇങ്ങോട്ടാക്കി, കണ്ടോ, ഇങ്ങനെ എനിക്ക് ഇത് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടത് ഇങ്ങനെ വലിക്കാം. ഇവിടെയാണ് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം എനിക്ക് ടൈറ്റ് ചെയ്യാം, അഴിക്കുന്ന ഇങ്ങോട്ട് ഫ്രീ ആണ്, കണ്ടോ, കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അതേ സ്ഥാനത്ത് ഞാൻ ഈ ഒരു ലോക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇത് അഴിക്കാനും പറ്റും, ടൈറ്റ് ചെയ്യാനും പറ്റും. അതായത് റാച്ചറ്റിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടു. ഒരു റാച്ചറ്റ് എനിക്ക് വേണ്ട, റാച്ചറ്റ് ഇല്ലാതെ അഴിക്കാനും ടൈറ്റ് ചെയ്യാനും രണ്ടിനും കൂടെ ഒന്നിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ് വരുന്നത്. അല്ലെങ്കിൽ റൈറ്റ് ഓർ ലെഫ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അഴിക്കാനും എടുക്കാനും. സംഗതി ഏതായാലും അടിപൊളി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ചെറിയ ചെറിയ പണിക്ക് എല്ലാം യൂസ്ഫുൾ ആയിരിക്കും. വാഹനത്തിൽ ഒരെണ്ണം മേടിച്ച് വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികൾക്ക് മേടിച്ച് വെക്കുന്നത്. കാരണം ചെറിയ സ്ക്രൂ ഡ്രൈവേഴ്സ് വരെ ഇതിനകത്തുണ്ട്. ഇതിനകത്തുള്ളത് ഈ ഒരു സ്റ്റാർ കണ്ടോ, വളരെ കുഞ്ഞൊരു സ്റ്റാർ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവേഴ്സ് എല്ലാം വളരെ ചെറുതും വരെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മേടിച്ച് വെക്കുന്നത് നല്ലതാണ്, ഞാൻ സജസ്റ്റ് ചെയ്യും. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. താഴെ ഏതായാലും ഞാനിത് മേടിക്കാനുള്ള പ്രോഡക്റ്റ് ലിങ്കും കൂടെ ഒന്ന് ടാഗ് ചെയ്തിട്ടേക്കാം.